ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോൾമേറ്റ്സ് എന്താണെന്നാണ്. അപ്പോൾ കാർഡ് റീഡിംഗ് എടുക്കുമ്പോൾ ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് എന്നൊക്കെ കാണാമല്ലോ. അപ്പോൾ എന്താണ് ഈ സോൾമേറ്റ്സ്? സോൾമേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ കണ്ടുമുട്ടിയ വ്യക്തി എൻ്റെ സോൾമേറ്റ് ആണോ അല്ലെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ കാർമിക് റിലേഷൻഷിപ്പ് പോലെ ഒരു സോൾമേറ്റ് ആണോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കൂടെ കൊണ്ട് നടക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം, പല പല അഭിപ്രായങ്ങളാണ് ട്വിൻ ഫ്ലെയിം സോൾമേറ്റിനെ കുറിച്ച്. ഞാനിപ്പോ ട്വിൻ ഫ്ലെയിം അല്ല പറയുന്നത്, സോൾമേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു രീതിയും കൂടെ വെച്ചിട്ടാണ് ഞാൻ സോൾമേറ്റിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോ സോൾമേറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയെ കാണുകയാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്ന, ഒരുപക്ഷെ നിങ്ങൾ ഓൺലൈനിൽ കൂടെ നേരിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതിനു മുൻപ് എനിക്ക് ഈ ഒരു വ്യക്തിയെ നല്ല പരിചയമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അല്ലെങ്കിൽ എവിടെയോ കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നല്ല ഒരു ആ വ്യക്തിയുടെ എന്തോ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നും. അപ്പൊ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവും, ഈ വ്യക്തിയെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ മനസ്സിലൊരു പ്രത്യേകം ഒരു ഫീലിങ്സ് ആയിരിക്കും ആ ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഉണ്ടാവാം ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ്. നിങ്ങളോട് കാണുമ്പോൾ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആയിരിക്കും രണ്ടുപേർക്കും, ഒരു പ്രത്യേക ഫീലിങ്സ് രണ്ടുപേർക്കും ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. അങ്ങനെ കണ്ടുമുട്ടുന്ന വ്യക്തികളാണ് സോൾമേറ്റ്സ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ, നിങ്ങളുടെ ലൈഫ് വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് ആരും ആശ്രയമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, എങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഒരു മാരേജ് ലൈഫിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് അത്ര തൃപ്തി ഇല്ലാതെ, നിങ്ങളുടെ ആ മാരേജ് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരായാലും, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കും നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാകുന്നു. അതായത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പരസ്പരം അകന്ന്, ഒരു വീട്ടിലാണെങ്കിലും പരസ്പരം അകന്നിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരവസ്ഥ വരുന്ന ഒരു സമയത്ത്, അതായത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരാളുടെ ഒരു കെയറിങ് ആവശ്യമുണ്ട്, സ്നേഹം ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ പരസ്പരം കണ്ടുമുട്ടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങളെ പരസ്പരം കണ്ടുമുട്ടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലവരുടെ കേസിൽ, എല്ലാവരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലവരുടെ കേസിൽ, ചിലവർ ഈ പറയുന്ന വ്യക്തികൾ, ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ഒരു സിംഗിൾ പേരന്റ് ആവാം, സിംഗിൾ മദർ ആവാം. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ അതേ പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ ലൈഫും നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയായിരിക്കും ആ വ്യക്തിയുടെ ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ യൂണിവേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ കണക്റ്റഡ് ആക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് പരസ്പരം കണ്ടപ്പോൾ ഒരു പ്രത്യേകത, നിങ്ങളെ കണ്ടുമുട്ടിയ വ്യക്തിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു വലിയൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് അവരുടെ ആ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ്, ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അവരെ വിട്ടു പോയിട്ടുണ്ടാവാം, ഏതെങ്കിലും രീതിയിൽ അവർക്ക് നഷ്ടമായിട്ടുണ്ടാവാം. ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഉണ്ടായ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു ടൈമിൽ തന്നെ ആവാം നിങ്ങളുടെ ലൈഫിൽ ഇവിടെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ ആവാം നിങ്ങൾ ഈ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം.
അപ്പൊ അങ്ങനെയൊക്കെ രണ്ട് വ്യക്തികളും പരസ്പരം രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്താണ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ പരസ്പരം കണക്റ്റഡ് ആക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇതിൽ ഒരു വ്യക്തി നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലും മറ്റേ വ്യക്തി ഒരു പക്ഷെ ഈ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രോബ്ലംസ് കാരണം ഒരുപാട് പ്രോബ്ലം, അതായത് ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും വല്ലാതെ ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ പരസ്പരം കണക്റ്റഡ് ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ടാവാം. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് ഗ്രോത്ത് ചെയ്യാൻ, നിങ്ങളിൽ ഒരാൾ മൂലം മറ്റേ വ്യക്തിയുടെ ലൈഫ് നല്ല രീതിയിൽ ഗ്രോത്ത് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫിനാൻഷ്യലി സഹായിക്കുന്നതല്ല, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നത്. അവര് ഡൗൺ ആയിട്ട് ഇനി ലൈഫ് മുന്നോട്ട് എങ്ങനെ എന്ന രീതിയിൽ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ചില വ്യക്തികൾക്കാണെങ്കിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒരു വഴി ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഗൈഡൻസ് കിട്ടിയാൽ മതി. നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ്, അവർക്ക് പോസിറ്റീവായിട്ടുള്ള വാക്കുകളും ഒരു സ്നേഹവും അങ്ങനെയൊക്കെ രീതിയിൽ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി, ഡൗൺ ആയിരിക്കുന്ന വ്യക്തി ആരാണോ അവരെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാ രീതിയിലും മെന്റലി ഗ്രോത്ത്, അവർക്ക് മെന്റൽ സപ്പോർട്ടും കൊടുക്കാൻ പറ്റും. അതുപോലെ ഫൈനാൻഷ്യലി അവരുടെ കരിയറിലേക്കൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല നിലയിൽ എത്തിക്കാൻ പറ്റും. അതോടൊപ്പം നിങ്ങളും ഗ്രോത്തിലേക്ക് വരുന്നുണ്ടാവും. രണ്ടുപേരുടെയും ഗ്രോത്ത് ആണ് അവർ നടക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് മാറും. സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ ഗ്രോത്തിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും, സ്പിരിച്വൽ ഗ്രോത്തിലായിരിക്കും രണ്ടുപേരും. ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചിരിക്കുന്നത് പറയാം. അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരാൾ വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാവാം, മറ്റേയാൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തിയെ കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ വളരെ പ്യുവർ ആയിട്ടുള്ള ലവ് ആയിരിക്കും, സത്യസന്ധമായിട്ടുള്ള സ്നേഹമായിരിക്കും. അവിടെ ഒരു ചീറ്റിങ്ങും ഉണ്ടാവില്ല. നിങ്ങളുടെ സ്നേഹം പരസ്പരം നിങ്ങളെ ഹെൽപ്പാണ്, കെയറിംഗ് ആണ്, ലവ് ആണ്, പ്യുവർ ലവ് ആണ്, ശുദ്ധമായ സ്നേഹമാണ്. അവിടെ ഫിസിക്കലായിട്ടുള്ള യാതൊരു ചീറ്റിങ്ങോ അങ്ങനെയുള്ള യാതൊന്നും അവിടെ ഇല്ല. അപ്പം അത് യൂണിവേഴ്സ് ആയിട്ട് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും പരസ്പരം രണ്ടുപേർക്ക്. ഇതെന്റെ സോൾമേറ്റ് ആണ് രണ്ടുപേർക്ക് മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയെ എല്ലാ കാര്യവും നിങ്ങൾ പരസ്പരം ഒരുപോലെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നതും. ആ ഒരു വ്യക്തി നിങ്ങൾ രണ്ടുപേരും ഒരു ഡിസ്റ്റൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വിളിക്കാൻ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും. അല്ല അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ ഒരു മെസ്സേജ് അയക്കുന്ന നേരത്ത് ആ നിമിഷം തന്നെ ആ ഒരു വ്യക്തി തിരിച്ചും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിങ്ങൾ പരസ്പരം കണക്റ്റഡ് ആണ് എല്ലാ കാര്യം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഒരു രോഗമോ എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും നിങ്ങൾക്കുള്ള സമയത്ത് ആ വ്യക്തിയും ആ ഒരു അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ. അങ്ങനെയെല്ലാം നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം. ഇതൊക്കെയാണ് ഒരു സോൾമേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ ഒരു എന്താ പറയുക, ഒരു സഹായത്തിന് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് തരാനൊക്കെ ഒരാൾ ആവശ്യമാണെന്ന് തോന്നുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സോൾമേറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അപ്പൊ ചില വ്യക്തികൾക്ക് ലൈഫിൽ ഇപ്പം ഒരുപാട് പ്രോബ്ലത്തിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പിന് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും ഒരാള് കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാനും ഒക്കെ നിങ്ങളുടെ കൂടെ ഒരാളുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസമായിരിക്കും ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തരുന്നത് തന്നെയാണ്. അത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് കേട്ടോ. ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് ദൈവത്തെ മുറുകെ പിടിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിലേക്ക് അർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു അവസരത്തിൽ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും ഒരാള് ഒരു സപ്പോർട്ടിനായിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്, ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെ? അപ്പൊ അങ്ങനെ മറ്റുള്ളവരൊക്കെയാണ്, ബന്ധുക്കളായാലും മറ്റു സുഹൃത്തുക്കളൊക്കെ ആയാലും നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തത്തേ ഉള്ളൂ, കൂടുതൽ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് ഒരാള് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആയി പോകും, നിങ്ങളുടെ ലൈഫ് വല്ലാതെ തകർന്ന് തരിപ്പണമാവും. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ ഒരു സമയത്ത് ദൈവമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആക്കി തരുന്ന ഒരു വ്യക്തി തന്നെയാണ് അത്.
അപ്പൊ ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു അഭിപ്രായം ചോദിക്കാനോ ഒക്കെ ആയിട്ടൊരു ഒരു ആശ്വാസമാണ്. മറ്റൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ അവിടെ പ്രണയമില്ലായിരിക്കാം, അങ്ങനെയുള്ള യാതൊന്നും ഇല്ല, പക്ഷെ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ പോലും നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയായിരിക്കും. അത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയൊരു കച്ചിത്തുരുമ്പാണ് അല്ലെ പലർക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ചെല്ലുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആ ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു ആവശ്യത്തിൽ ഇരിക്കുന്ന സമയമായിരിക്കാം നിങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആകുന്നത്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് സോൾമേറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഒരു റിയൽ സോൾമേറ്റ് ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് ആ വ്യക്തി തരുന്നത്. ഒരു പ്രത്യേക നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയ നാളിൽ നിങ്ങളൊരു പ്രത്യേക സന്തോഷത്തിലായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രത്യേക ആനന്ദം അനുഭവിക്കുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, ഇതെന്റെ സോൾമേറ്റ് ആണ്. അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ടുള്ള ആ ഒരു കുറച്ച് ദിവസത്തെ ആ ഒരു കോണ്ടാക്റ്റില് നിങ്ങൾ പോകുമ്പോൾ തന്നെ മനസ്സിലാകും, നിങ്ങളുടെ ഉള്ളിൽ നിന്നും തന്നെ പറയുന്നുണ്ടാവും, ഇതെന്റെ സോൾമേറ്റ് ആണ്, ഇതെന്റെ സോൾമേറ്റ് ആണെന്ന് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇത് തോന്നുന്നുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത് മനസ്സിലാക്കുന്നുണ്ടാവാം, നിങ്ങൾ പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ പരസ്പരം സോൾമേറ്റ് എനർജിയിലുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു വ്യക്തിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും, എപ്പോഴും ആ ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കണം എന്ന് ആഗ്രഹം തോന്നും, എപ്പോഴും നിങ്ങൾക്ക് കാണണമെന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മനസ്സിങ്ങനെ ആ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കും, നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഓരോരോ കാര്യത്തിലും എക്സൈറ്റഡ് ആയിരിക്കും, എപ്പോഴും വളരെയധികം ആകാംക്ഷയോടെ ആയിരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ടുള്ള ഓരോ നിമിഷം ചെലവഴിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പരസ്പരം മറ്റാർക്കും നിങ്ങളെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള നിങ്ങളുടെ പാർട്ട്ണർക്ക് പോലും നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എയിം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, അതെല്ലാം ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പാഷനെ കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ എയിം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താം. അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആണെന്ന് ഒരു ഫീൽ വരും. നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് നടക്കുക, ഒരു ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ആയിരിക്കും. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടെ നിങ്ങൾ വളരെയധികം ഗ്രോത്ത് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ലൈഫിലും വളരെയധികം ഗ്രോത്ത് ആണ്, വളരെയധികം എന്താ പറയാ ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. സോൾമേറ്റിനെ നിങ്ങളെ കണ്ടുമുട്ടിയാല് ഈ ഒരു പ്രോബ്ലത്തിൽ, മാരേജ് ലൈഫിൽ പ്രോബ്ലത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ സോൾമേറ്റിനെ കണ്ടുമുട്ടിയാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു കൂടിച്ചേരലുണ്ട്. ഒരു മാരേജ് തീർച്ചയായിട്ടും പലരുടെയും കാര്യത്തിലുണ്ടാവും, എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവും അറിയില്ല. കാരണം സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരുപാട് ദുഃഖം കൂടെ നിറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങളുടെ സോൾമേറ്റിന് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോൾമേറ്റ് അത് ഒരുപക്ഷെ നിങ്ങൾ ഒരേ രീതിയിൽ നല്ല രീതിയിൽ കോണ്ടാക്റ്റിൽ പോവില്ല. നിങ്ങൾക്കിടയിൽ മിക്കപ്പോഴും സ്വരച്ചേർച്ച ഉണ്ടാവാം, വഴക്കുണ്ടാവാം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോ അതിലൊരാളാണെങ്കിൽ കൂടുതലായിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് ഡിപ്പെൻഡഡ് ആയി മാറും. അപ്പോഴത്തേക്കിന് നിങ്ങൾക്കത് ഇറിറ്റേഷൻ ആവും. അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ നോ കോണ്ടാക്റ്റിൽ കുറെ നാൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ വിട്ടു പോവാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ കോണ്ടാക്റ്റിലേക്ക് പോകും. പിന്നെയും കുറെ നാൾ കുഴപ്പമില്ലാതെ പോകും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇടയ്ക്ക് എപ്പോഴും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ സ്നേഹം റിയൽ ആയിരിക്കും രണ്ടുപേരുടെയും. പക്ഷെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എങ്ങനെയൊക്കെ എന്നറിയില്ല, ഏതെങ്കിലുമൊക്കെ രീതിയിൽ രണ്ടുപേരുടെയും ചിലപ്പോ ചില സമയത്ത് പ്രവൃത്തികൾ ചേരാതെ വരാം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഇതിനകത്തുണ്ട്, ഇല്ലെന്നല്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം രണ്ട് വ്യക്തികളാണല്ലോ എന്തൊക്കെയാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ്, ഒരുപക്ഷെ പല രീതിയിലും ഒരുപാട് പെയിന് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് തരും.
അത് നിങ്ങളുടെ ഓരോ പെയിൻ, നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ പെയിൻ തരുന്നത് ആ ഒരു പെയിൻ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആ ഓരോ പെയിനും നിങ്ങളുടെ ഗ്രോത്ത് ആണ്, അത് നിങ്ങളുടെ ഒരു വളർച്ചയാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന പെയിനും ആ ഒരു വ്യക്തിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അത് യൂണിവേഴ്സ് ആയിട്ട് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിരിക്കും. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് സോൾമേറ്റിൽ, ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ ദുഃഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ ആയിട്ടുള്ള വ്യക്തികളാണ്, റിയൽ ആയിട്ടുള്ള സോൾമേറ്റ് ആണ്. അതില് അവസാനം നിങ്ങൾക്ക് മിക്ക സോൾമേറ്റുകളും അവസാനം ഒന്നിച്ച് ചേരാറുണ്ട്, മാരേജിലേക്ക് എത്താറുണ്ട്. അപ്പൊ രണ്ട് വ്യക്തികളായതുകൊണ്ട് തന്നെ, രണ്ട് വ്യക്തികളുടെ ആ ഒരു ലൈഫ് ആയതുകൊണ്ട് തന്നെ പ്രോബ്ലംസും ഉണ്ട്, പ്രോബ്ലംസ് ഇല്ലെന്നല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ്, നിങ്ങളുടെ ലൈഫിലൊരു ഗ്രോത്ത് ആണ് നിങ്ങളുടെ സോൾമേറ്റിന് നിങ്ങളെ കണ്ടുമുട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്, രണ്ടുപേർക്കും. പിന്നെ നിങ്ങൾക്ക് ചില സോൾമേറ്റ് നിങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കാനൊക്കെ ആയിരിക്കും ചിലർക്ക് കൂടുതൽ താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളുടെ ലൈഫില് പാസ്റ്റില് നിങ്ങളുടെ കഴിഞ്ഞ ബന്ധത്തില് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം, രണ്ടുപേരുടെ ഉണ്ടാവും. അപ്പൊ പുതിയൊരു ബന്ധത്തിന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം രണ്ടുപേർക്കും ഉണ്ടാവില്ല, അതിലൊരാൾക്ക് അങ്ങനെയാവാം. അപ്പൊ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ബന്ധത്തിലേക്ക്, ഒരു മാരേജ് ലൈഫിലേക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് അതിൽ നിന്ന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് സപ്പോർട്ട് തരും, എല്ലാ കാര്യത്തിനും സ്നേഹം തരും, വേണ്ട എല്ലാ ഗൈഡൻസും തരും. പക്ഷെ മാരേജിലേക്കോ അല്ലെ പ്രണയത്തിലേക്കോ വരുമ്പോൾ അവർക്ക് കുറച്ച് ചിലപ്പോ ഒരു പ്രോബ്ലംസ് ഒക്കെ അതിൽ വന്നേക്കാം. ചിലരുടെ കാര്യത്തിലല്ല, പറഞ്ഞതെല്ലാം എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ അല്ല, പല രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് പല പല പ്രോബ്ലംസ് വരുന്നത്. പക്ഷെ ഇതൊരു റിയൽ ലവ് ആണ്, പ്യുവർ ലവ് ആണ്, ചതി ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിക്കവർക്ക് ലാസ്റ്റ് നിങ്ങൾ എത്രയൊക്കെ പെയിൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പരസ്പരം പിരിയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ മാരേജിലേക്ക് എത്തും. അപ്പോ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റിയൽ ആയിട്ടുള്ള സോൾമേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് നിങ്ങൾ മാരേജിലെത്തും. മിക്ക സോൾമേറ്റ് നിങ്ങൾ രണ്ടുപേർക്കും അതിനുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ മാരേജിലെത്തും തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഒരുപാട് പ്രോബ്ലംസും നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവും, ഒരുപാട് പ്രോബ്ലംസും ഫേസ് ചെയ്യേണ്ടതായി വരും. ആ പ്രോബ്ലംസിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾ കുറച്ചു പേരെങ്കിലും അവസാനം മാരേജിലെത്തും എന്നാണ് എനിക്ക് സോൾമേറ്റിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പം ഇതാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ സോൾമേറ്റ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കി ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.